അത്യുത്തര കേരളത്തിലെ കളിയാട്ടക്കാലത്തിന് സമാപനം കുറിച്ച് നീലേശ്വരം മന്നമ്പുറത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ കലശോത്സവം നടന്നു. ഇതോടെ തുലാപ്പത്ത് മുതൽ 6 മാസക്കാലം ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു വന്ന തെയ്യങ്ങൾ മണ്ണിൽ നിന്നും വീണ്ടും വിണ്ണിലേക്ക് മടങ്ങി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. തുലാമാസത്തിൽ നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരർകാവിൽ നിന്നും ആരംഭിച്ച് ഇടവമാസത്തിൽ നീലേശ്വരം മന്നമ്പുറത്തുകാവിലെ കലശോത്സവത്തോടെയാണ് അത്യുത്തര കേരളത്തിലെ ഓരോ കളിയാട്ടക്കാലവും അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ പണ്ടുകാലം മുതൽക്കേ വളരെയധികം പ്രാധാന്യമുള്ളതും പെരുമയുള്ളതുമാണ് ഈ കാവിലെ കലശോത്സവം. കലശോത്സവത്തിന്റെ സമാപന ദിവസം അരങ്ങിലെത്തിയ തിരുവർക്കാട്ട് ഭഗവതി, ക്ഷേത്രപാലകൻ, നടയിൽ ഭഗവതി, കൈക്കുളൂർ തെയ്യങ്ങളെ കാണാനും അനുഗ്രഹം ഏറ്റുവാങ്ങാനുമായി നാടിന്റെ നാനാ ദിക്കുകളിൽ നിന്നുമായി ഇത്തവണയും ആയിരങ്ങൾ കാവിലെത്തി. ആര്യക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള മത്സ്യക്കോവ ആർപ്പുവിളികളോടെ കാവിലെത്തിച്ചു. പ്രസന്ന പൂജ കഴിഞ്ഞ് ഇറുവാട്ടച്ചൻ നാളികേരമുടച്ചതോടെയാണ് തെയ്യങ്ങൾ അരങ്ങിലെത്തിയത്. ആചാരവിധിപ്രകാരം സുരേഷ് ബാബു അഞ്ഞൂറ്റാൻ, തിരുവർക്കാട്ട് ഭഗവതിയുടെയും കിനാവൂർ രാജീവൻ നേണിക്കം ക്ഷേത്രപാലകന്റെയും പ്രസാദ് കർണമൂർത്തി, നടയിൽ ഭഗവതിയുടെയും വിജിത്ത് പണിക്കർ കൈക്കുളവന്റെയും കോലമണിഞ്ഞു. തെക്ക് വടക്ക് കളരികളിൽ നിന്നുള്ള പുഷ്പാലങ്കൃതമായ കലശകുംഭങ്ങളുടെ അകമ്പടിയിൽ തെയ്യങ്ങൾ കാവിലെ ഭഗവതി ക്ഷേത്രത്തിൽ വലം വയ്ക്കുന്നതാണ് പ്രധാന ചടങ്ങ്. വടക്കേക്കളരിയിലെ കലശകുംഭങ്ങൾ ബിജു നെടുങ്കണ്ടയും ശ്രീകാന്ത് നരിക്കാട്ടും, തെക്കേക്കളരിയിലെ കലശകുംഭങ്ങൾ കുമാരൻ കാര്യങ്കോടും കൃഷ്ണൻ കാഞ്ഞങ്ങാടും ചുമലിലേറ്റി. ദർശന സായുജ്യം പകർന്ന ഭക്തമാനസങ്ങളുടെ കണ്ണും മനസ്സും നിറച്ചാണ് തെയ്യങ്ങൾ തിരുമുടി താഴ്ത്തിയത്. ഇനി ദൈവിക ചൈതന്യമുള്ള തെയ്യങ്ങളെ തൊഴുതുവണങ്ങാൻ അടുത്ത തുലാപ്പത്ത് വരെയുള്ള കാത്തിരിപ്പാണ്. ഉത്തര കേരളത്തിലെ കളിയാട്ടക്കാവുകൾക്ക് വിശ്രമകാലം കൂടിയാണ് അതുവരെയുള്ള നാളുകൾ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.